നമ്മളൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകും. ഇവിടുത്തെ ആപ്പന്റെ ഫ്രണ്ടിന്റെ ഒമിനി. കർണാടകത്തിലെ ഗ്രാമവീഥികളിലൂടെ ബിസിലെ വ്യൂ പോയിന്റ്. ഇതാണ് അതിന്റെ കവാടം. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് ഉണ്ട്. ആപ്പൻ മിലിറ്ററിയിലായതുകൊണ്ട് ഫാമിലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട വന്നിട്ടില്ല. ഫ്രീ ആയിട്ടാണ്. നമ്മൾ കണ്ണൂരിലെ പൈതൽ മലയിലേക്ക് കയറുന്ന പോലെ ഒരു റൂട്ടാണേ. പക്ഷെ അവിടുത്തെ പോലെയല്ല. ഇവിടെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കയറുമ്പോൾ തന്നെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എടാ അയ്യോ പിന്നെ ഇവിടെ ഹലോ പറ. ഹലോ പറ. നല്ല വെയിലാണേ. നല്ല വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ നല്ല കൊളുത്തുന്ന വെയിലാണ്. പക്ഷെങ്കിൽ ആ വെയിലിൻ്റെ തീവ്രത അറിയുന്നില്ല. തണുപ്പാണ് കാലാവസ്ഥ. ചെറിയ ചൂടുണ്ട്, പക്ഷെ ആ ചൂട് അറിയുന്നില്ല. നമ്മൾ വ്യൂ പോയിന്റ് എത്തിയിട്ടാ. ബേക്കിൽ കാണുന്നതാണ് നല്ല വ്യൂ പോയിന്റ്. അടിപൊളി വ്യൂ പോയിന്റ് ആണ്. സൂപ്പർ വ്യൂ പോയിന്റ് ആണ്. 2 നിലയുണ്ട്. നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. എന്താ രസം നോക്കിയേ. മലയാണ്, ചുറ്റോട് ചുറ്റും മല. അതൊക്കെ കാണുന്ന ഫോറസ്റ്റ് ആണ് കേട്ടോ. ആ കാണുന്നൊക്കെ ഫോറസ്റ്റ് ആണ്. താഴോട്ട് വലിയ അഗാധമായിട്ടുള്ള ഗർത്താണ്, വലിയ കുഴിയാണ്. ഇതാണ് ബിസിലെ ഘട്ട് വ്യൂ പോയിന്റ് കേട്ടോ. റോഡി അവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ ചാലാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല. നല്ല വ്യൂ. ഹലോ ഹലോ പറഞ്ഞ എല്ലാവരോടും ഹലോ പറ. മക്കളെ എന്താ പനോരമ പിച്ചിനകത്ത് രസം ഉണ്ടാവില്ല. ഇങ്ങനെ നീളത്തിലുണ്ടോ എടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ലൊക്കേഷൻ വേണമെങ്കിൽ ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. ഞാൻ പിൻ ചെയ്തിടാം. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പിൻ ചെയ്തിടാം. ആരെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ DM ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനേ. അത് വേറൊരു വ്യൂ പോയിൻ്റ് ആണ്. അതായത് ആ കാണുന്ന മലയിലേക്കാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. ട്രക്കിംഗ് പോയിൻ്റ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ കാണുന്നതെന്ന് പറഞ്ഞത്. ഈ ഒരു വ്യൂ പോയിൻ്റ് ആ മലയിൽ നോക്കി കാണുന്ന പറഞ്ഞത്. പിന്നെ അങ്ങോട്ടാണ് പോകുന്നത്. ആ വിശേഷങ്ങളുള്ള അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.